സ്ത്രീകളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് ഒരു കുടുംബത്തിൽ, പ്രത്യേകിച്ചും കുടുംബത്തിൽ മക്കൾ, കുട്ടികൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അമ്മക്ക് അമ്മയുടേതായ കുറേ ദൗത്യങ്ങളുണ്ട്. ഒരു ഭാര്യയ്ക്ക് ഭാര്യയുടേതായ കുറേ ദൗത്യങ്ങളുണ്ട്. അത് ആ കുടുംബത്തിൽ ആണുങ്ങൾ ചെയ്തോട്ടെ, അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ അമ്മക്ക് മാത്രമല്ലല്ലോ, അച്ഛനും കഴിയുമല്ലോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ ശരിയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. എത്ര തന്നെ ആയാലും അമ്മക്ക് തുല്യം അമ്മ തന്നെ ആവുകയുള്ളൂ എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രകൃതിയും അവരുടെ ജൈവശാസ്ത്രപരമായ ദൗത്യവും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബെർക്ക്ലി, യെയിൽ, ഹാർവർഡ് തുടങ്ങിയ സർവകലാശാലകളിൽ നിന്ന് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു ന്യൂറോ സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ ലോയൻ ബ്രൈസൻഡൈൻ. അവർക്ക് ദ ഫീമെയിൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. പെൺ തലച്ചോർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന്, കുടുംബത്തിലാകട്ടെ, ദാമ്പത്യത്തിലാകട്ടെ, മക്കളിലാകട്ടെ, ഭർത്താവിലാകട്ടെ, ഏത് സാഹചര്യത്തിലും വൈകാരികമായ പ്രാധാന്യം സ്ത്രീക്ക്, അമ്മക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവളുടെ തലച്ചോർ തന്നെ വൈകാരികമായ നേതൃത്വം ഏറ്റെടുക്കാൻ ഉതകുന്ന രൂപത്തിലുള്ളതാണ്. തലച്ചോറിൽ വികാരങ്ങളുടെ കേന്ദ്രം, ഓർമ്മ രൂപപ്പെടുത്തുന്നതായ കേന്ദ്രവുമൊക്കെ ആയിട്ടുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് പുരുഷന്മാരുടെ തലച്ചോറിലുള്ളതിനേക്കാൾ വലുതാണ് സ്ത്രീകളുടെ തലച്ചോറിലുള്ളത്. എന്ന് മാത്രമല്ല, ഭാഷ, അതുപോലെ മറ്റുള്ളവരിൽ ഇമോഷൻസ്, വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗങ്ങൾ, സർക്യൂട്ടുകൾ, ഇതൊക്കെ സ്ത്രീകളുടെ തലച്ചോറിൽ കൂടുതൽ ശക്തവും ആണ് എന്ന് ഡോക്ടർ ബ്രൈസൻഡൈൻ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ വികാരങ്ങൾ മറ്റുള്ളവരിൽ മനസ്സിലാക്കാനും വൈകാരികമായും നേതൃത്വം വഹിക്കാനും ഒക്കെ സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ കഴിയുക. പ്രായപൂർത്തിയാകുന്നതോടുകൂടി ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിനോടൊപ്പം ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ വർദ്ധിക്കുകയും ചെയ്യും എന്നും അവർ സൂചിപ്പിക്കുന്നു. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ളവരുമായി സംസാരിക്കുന്ന ഭാഷാ കേന്ദ്രം കൂടുതൽ ശക്തമായിട്ടുള്ളത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയങ്ങൾ, അവരുടെ വികാരങ്ങൾ തിരിച്ചറിയാനുള്ള എമ്പതി പോലെയുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലും സ്ത്രീകൾക്കാണ്, അവരുടെ തലച്ചോറിനാണ് കൂടുതൽ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഒരു അമ്മക്ക് കഴിയാവുന്ന വൈകാരികമായ പ്രാധാന്യമടങ്ങുന്ന റോള് അതൊരിക്കലും ഒരു പുരുഷനായ പിതാവിനോ ഭർത്താവിനോ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യന്റെ കൃഷ്ണമണി ഉപയോഗിച്ചുകൊണ്ടുള്ള, കൃഷ്ണമണിയുടെ വികാസത്തെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു പഠനമുണ്ട്. ആളുകൾക്ക് ജെന്യുവിനായ കൗതുകം പ്രകൃതിപരമായി തന്നെ വരുമ്പോഴാണ് കൃഷ്ണമണി വികസിക്കുക. ഡയമണ്ട് കമ്പനികളൊക്കെ ഈ കൃഷ്ണമണിയുടെ വികാസത്തെ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതായത് ഡയമണ്ട് വാങ്ങാൻ വരുന്ന ആളുകൾ അവരുടെ കൃഷ്ണമണിയിലേക്കാണ് അവർ നോക്കുക. ഇഷ്ടപ്പെട്ട ഡയമണ്ട് ആണെങ്കിൽ അവരുടെ കൃഷ്ണമണി വികസിക്കുന്നത് മനസ്സിലാക്കുകയും എന്നിട്ട് അതിന് വേണ്ട വില പറയുകയും ചെയ്യുന്ന ഒരു ട്രിക്ക് സാധാരണഗതിയിൽ ബിസിനസ് മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് മനുഷ്യന്റെ കൃഷ്ണമണി എന്ന് പറയുന്നത്. ഒരു കാര്യത്തോടുള്ള ഉത്കടമായ കൗതുകത്തെ വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന ഒരു ജൈവശാസ്ത്ര തെളിവാണ് നമ്മുടെ കൃഷ്ണമണി. അപ്പോൾ ഈ കൃഷ്ണമണി വെച്ച് നടത്തിയ ഒരു പഠനത്തിൽ സ്ത്രീകൾക്ക് മുമ്പിൽ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അടങ്ങുന്ന സ്ലൈഡുകൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചു. അപ്പോൾ കുട്ടികളെ കാണുമ്പോൾ സ്വന്തം കുട്ടികളല്ലാഞ്ഞിട്ട് പോലും സ്ത്രീകളുടെ കൃഷ്ണമണി 17% സ്ത്രീകൾക്ക് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അതേസമയം പുരുഷന്മാരുടെ കൃഷ്ണമണി ഒട്ടും വികസിച്ചില്ല എന്നും അതേ പഠനം തന്നെ സൂചിപ്പിച്ചു. അതുപോലെ കുട്ടികളെ പിടിച്ചിരിക്കുന്ന അമ്മമാരുടെ ചിത്രങ്ങൾ അടങ്ങിയ സ്ലൈഡുകൾ അത് സ്ത്രീകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആ ചിത്രങ്ങൾ കണ്ടപ്പോൾ സ്ത്രീകളുടെ കൃഷ്ണമണിയെ 24% കൂടുതൽ വികാസത്തിലേക്ക് അത് നയിച്ചു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ പിടിച്ചു നിൽക്കുന്ന അമ്മമാരുടെ ചിത്രം കണ്ടപ്പോൾ പുരുഷന്മാർക്ക് ആകെ 5% മാത്രമേ വികസിച്ചുള്ളൂ. ആ വികാസം പോലും നടന്നത് എന്തുകൊണ്ടാണ് എന്ന് ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ അത് ആ കുഞ്ഞിനെ കണ്ടുകൊണ്ടല്ല ആ കൃഷ്ണമണിയുടെ വികാസം 5% കൂടിയത് എന്ന് ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കി. നേരെ മറിച്ച് കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന അമ്മമാരെ കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ആ 5% വരുന്ന ഒരു ചെറിയ വികാസം കൃഷ്ണമണിക്ക് സംഭവിച്ചത് എന്ന് അവർ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ജൈവശാസ്ത്രപരമായി അമ്മയാകാനും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ താല്പര്യമുണ്ടാകാനും കഴിയുന്ന രൂപത്തിൽ അത്രയും വൈകാരിക കേന്ദ്രീകൃതമായ തലച്ചോറാണ് സ്ത്രീക്കുള്ളത് എന്നുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ജനിച്ച 6 മണിക്കൂറിനുള്ളിൽ തന്റെ നവജാത ശിശുവിന്റെ ഗന്ധത്തിലൂടെ, മണത്തിലൂടെ തിരിച്ചറിയാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിതാക്കന്മാർക്ക് ഇത് കഴിയില്ല. മറ്റൊരു പരീക്ഷണത്തിൽ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോകുന്നു. ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ വളരെ ചെറിയ കുറച്ച് നിമിഷം മാത്രം, ഹ്രസ്വമായ പ്രദർശനത്തിലൂടെ മാത്രം അവരുടെ ആശ്ചര്യം, അവരുടെ വെറുപ്പ്, ദേഷ്യം, ഭയം, വിഷമം പോലെയുള്ള അവരുടെ വികാരങ്ങൾ തിരിച്ചറിയാനും അത് ഐഡന്റിഫൈ ചെയ്യാനും പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും വ്യാഖ്യാനിക്കാനും കഴിയുന്നുണ്ട് എന്ന് ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. അതേസമയം പുരുഷന്മാർക്ക് ഇത് വളരെ കുറഞ്ഞ വേഗതയിലും കുറഞ്ഞ കൃത്യതയോടുകൂടിയും മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരീക്ഷണത്തിലൊക്കെ ഈ കുട്ടികളെ ഈ സ്ത്രീകൾക്ക് പരിചയമില്ല. കുട്ടികളുമായുള്ള ഇടപഴകലിന്റെയോ പരിചയത്തിന്റെയോ അളവുമായി കുട്ടികളുടെ വികാരങ്ങൾ പ്രവചിക്കാനുള്ള അവരുടെ ശേഷി യാതൊരു വിധത്തിലും ബന്ധപ്പെടുന്നില്ല എന്നാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ബയോളജിക്കലി സ്ത്രീക്ക് കുട്ടികളെ നോക്കാനും കുടുംബം നോക്കാനും ഒരു കുടുംബത്തിന്റെ വൈകാരികമായ നേതൃത്വം ഏറ്റെടുക്കാനും എല്ലാവരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കാനും എല്ലാവരുമായി ആശയവിനിമയങ്ങൾ നടത്താനും അവരുടെ വികാരപരമായ കേന്ദ്രമായി അവലംബമായി മാറാനും സ്ത്രീകൾക്ക് സാധിക്കുന്നു, അമ്മമാർക്ക് സാധിക്കുന്നു. ഇത് ഒരിക്കലും അച്ഛന്മാർക്കോ ഭർത്താക്കന്മാർക്കോ സാധിക്കില്ല. കാരണം അവരുടെ രണ്ടുപേരുടെയും മസ്തിഷ്കത്തിന്റെയും ഹോർമോണുകളുടെയും പ്രകൃതത്തിന്റെയും വ്യത്യാസമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മമാരിൽ നിന്ന് കൂടുതൽ പരിചരണവും ശ്രദ്ധയും ഒക്കെ കിട്ടി വളർന്ന മക്കളെക്കാൾ അമ്മമാരിൽ നിന്ന് കുറച്ച് പരിചരണവും ശ്രദ്ധയും കിട്ടി വളർന്ന മക്കൾ അവർ കോളേജ് പ്രായത്തിലാവുമ്പോൾ പരിചരണം കുറവ് കിട്ടിയ യുവാക്കളുടെ പെറ്റ് സ്കാനുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് സമ്മർദ്ദങ്ങളോട്, സ്ട്രെസ്സുകളോട് അവരുടെ മസ്തിഷ്കം അമിതമായി പ്രതികരിക്കുന്നതായിട്ടാണ്. കുട്ടിക്കാലത്ത് അമ്മയുടെ മികച്ച പരിചരണം ലഭിച്ച സമപ്രായക്കാരെ അപേക്ഷിച്ച് ഈ മുതിർന്നവരുടെ രക്തപ്രവാഹത്തിലേക്കുള്ള കോർട്ടിസോൾ എന്ന സമ്മർദ്ദ ഹോർമോൺ കൂടുതൽ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായി ഗവേഷകർ കണ്ടെത്തി. മാതാവിന്റെ പരിചരണം കുറവ് ലഭിച്ച ആളുകൾ അവർ വളരുമ്പോൾ അവരിൽ ഉത്കണ്ഠ, ആങ്സൈറ്റി കൂടുതലാണ് എന്നും കണ്ടെത്തി. അവരുടെ മസ്തിഷ്കം എപ്പോഴും ജാഗ്രതയുള്ളതും ഭയമുള്ളതും ഒക്കെ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ മാതൃത്വം എന്ന് പറയുന്നത് ഒരു ചോയ്സ് അല്ല, അതൊരു പ്രവർത്തനമോ ഒരാൾക്ക് തീരുമാനിച്ചാൽ ചെയ്യാവുന്ന ഒരു കർമ്മമോ അല്ല, അതൊരു പ്രകൃതിയാണ്. അത് സ്ത്രീത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രകൃതിയാണ്. ഈ വസ്തുത മനസ്സിലാക്കാതെയാകുമ്പോഴാണ്
താടി വെച്ച പുരുഷന്മാർ ചാനലുകളിൽ വന്നിരുന്ന് എനിക്ക് മാതൃത്വമുണ്ട്, എന്നിൽ മാതൃത്വമുണ്ട്, എനിക്കും വേണമെങ്കിൽ അമ്മയാകാം എന്ന് പറയുന്ന അവസ്ഥ യൂറോപ്പിലൊക്കെ സംഭവിക്കുന്നത്. Motherhood starts way beyond the biological event, and anyone, including men, can mother and play the role of a mother. Father. Piers, would you... Women, mother. That's because the titles are male and female titles. Okay. To me, I'd be a father. I wouldn't suddenly morph into a mother. Again, with respect, to mother and to father are not gender specific. They are gender specific. Each woman, each man, each person is going to have a different relation with their own gender identity. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തും നേടിയെടുക്കാം, ജീവിതത്തിൽ എന്തിനേയും പിന്തുടരാം. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ദൗത്യം സ്ത്രീക്ക് ജൈവശാസ്ത്രപരമായി തന്നെ ഉണ്ട്. ആ ദൗത്യത്തെ അവഗണിച്ചുകൊണ്ടായാൽ അത് യഥാർത്ഥത്തിൽ ആത്മസാക്ഷാത്കാരത്തിന് എതിരും ജൈവശാസ്ത്രപരമായ ദൗത്യത്തിൽ നിന്ന് വിട്ടുനിൽക്കലുമല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?